എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപക്ഷേ ക്രിക്കറ്റ് ലോകം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു അട്ടിമറിക്കും തന്ത്രങ്ങൾക്കുമാണ് T20 ലോകകപ്പിലെ സൂപ്പർ 8 വേദി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും അനായാസം വിജയിച്ച് പോയിന്റ് ടേബിളിൽ ഒന്നാമതായി തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ സ്വന്തം ടീം ഇന്ത്യ ഫെബ്രുവരി 22-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാനിറങ്ങുമ്പോൾ എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പുറത്തെടുത്തിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് സൂര്യ പ്രഖ്യാപിച്ച ഈ പ്ലേയിങ് 11 കണ്ട് ദക്ഷിണാഫ്രിക്കൻ പാളയത്തിൽ ഇപ്പോൾ തന്നെ ഭയം പടർന്നിട്ടുണ്ടാകും എന്നത് ഉറപ്പാണ്. ബാറ്റിംഗ് ഓർഡറിലും ബൌളിംഗ് നിരയിലും സൂര്യ വരുത്തിയ മാറ്റങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും അമ്പരക്കും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും എതിരാളികളെ അവരുടെ തട്ടകത്തിൽ പോയി വേട്ടയാടുന്ന പുതിയൊരു അഗ്രസീവ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നതെന്നും ഈ ടീം സെലക്ഷൻ വ്യക്തമാക്കുന്നു. ഏറ്റവും വലിയ ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നത് ഓപ്പണിംഗ് സ്ഥാനത്താണ്. ഫോം കണ്ടെത്താൻ വിഷമിക്കുന്ന അഭിഷേക് ശർമ്മയെ യാതൊരു ദയയുമില്ലാതെ പുറത്തിരുത്തിയ സൂര്യ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനുള്ള നിയോഗം നൽകിയിരിക്കുന്നത് അതിമാരക ഫോമിലുള്ള ഇഷാൻ കിഷനും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വരെ വാനോളം പ്രകീർത്തിക്കുന്ന സാക്ഷാൽ സഞ്ജു സാംസണും ചേർന്നാണ്. പവർ പ്ലേയിൽ ബൌളർമാരെ കടന്നാക്രമിച്ച് തകർക്കാൻ കേൾപ്പുള്ള ഇഷാൻ കിഷനൊപ്പം തന്റെ ക്ലാസ് ഷോട്ടുകളിലൂടെയും ഇന്നിംഗ്സ് പടുത്തുയർത്താനുള്ള അതിവിദഗ്ധമായ കഴിവിലൂടെയും സഞ്ജു സാംസൺ കൂടി ചേരുമ്പോൾ അതൊരു അഗ്നിപർവ്വത സ്ഫോടനമായി മാറും. സഞ്ജുവിന്റെ ഈ മാസ് എൻട്രി ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർക്ക് ഒരു പേടി സ്വപ്നമാകുമെന്നതിൽ സംശയമില്ല. ആദ്യ ഓവർ മുതൽ തന്നെ സ്കോർ ബോർഡ് കുതിച്ചുയർത്താൻ ഈ ഡെഡ്ലി കോമ്പിനേഷന് സാധിക്കും. വിക്കറ്റ് വീണാൽ നങ്കൂരമിടാനും സ്പിന്നർമാരെ അതിർത്തി കടത്താനും ഒരുപോലെ കഴിവുള്ള തിലക് വർമ്മയെയാണ് 3-ാം നമ്പറിലെ വിശ്വസ്തനായി സൂര്യ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നാലെ 4-ാം നമ്പറിൽ സാക്ഷാൽ സൂര്യകുമാർ യാദവ് തന്നെ എത്തും. ഗ്രൗണ്ടിന്റെ ഏത് മൂലയിലേക്കും പന്തടിച്ചകറ്റുന്ന ഈ 360 ഡിഗ്രി താരത്തിന്റെ ഭയമില്ലാത്ത ബാറ്റിംഗ് ശൈലി തന്നെയാണ് ടീമിന്റെ ഊർജ്ജം. 5-ാം നമ്പറിൽ ലോകത്തെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളായ ഹർദിക് പാണ്ഡ്യ എത്തുമ്പോൾ എതിരാളികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ അപകടകാരിയായ ഹർദിക്കിന്റെ സാന്നിധ്യം മിഡിൽ ഓർഡറിനെ ഉരുക്കുകോട്ടയാക്കുന്നു. കൂട്ടിന് 6-ാം നമ്പറിൽ സ്പിന്നർമാരുടെ അന്തകനായ ശിവം ദൂബെ കൂടിയെത്തുമ്പോൾ റൺ റേറ്റ് റോക്കറ്റ് പോലെ കുതിക്കും. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ ഞെട്ടൽ വരാനിരിക്കുന്നതേയുള്ളൂ. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് റിങ്കു സിംഗിനെ പുറത്തിരുത്തിക്കൊണ്ട് സൂര്യ വാഷിംഗ്ടൺ സുന്ദറിനെയാണ് 7-ാം നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. 8-ാം നമ്പറിൽ വിശ്വസ്തനായ അക്ഷർ പട്ടേൽ കൂടിയെത്തുന്നതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് വാലറ്റമില്ലാത്ത അവസ്ഥയാകും. പരിക്കിൽ നിന്ന് മുക്തനായി എത്തുന്ന സുന്ദറും അക്ഷർ പട്ടേലും നൽകുന്ന ഓൾറൗണ്ട് മികവ് ടീമിന് വലിയ ബാലൻസാണ് നൽകുന്നത്. ഇനി പേസ് ബൌളിംഗിലേക്ക് വന്നാൽ തീപ്പൊരി പാറും. തുടക്കത്തിൽ വിക്കറ്റുകൾ പിഴുതെറിയാൻ അഗ്രസീവ് പേസർ അഷ്ദീപ് സിംഗും തന്റെ മാരകമായ യോർക്കറുകളിലൂടെ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിക്കാൻ സാക്ഷാൽ ജസ്പ്രീത് ബുംറയും തയ്യാറെടുത്തു കഴിഞ്ഞു. ഒപ്പം സ്പിൻ കെണികളൊറിക്കാൻ കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന മാന്ത്രിക സ്പിന്നർ കുൽദീപ് യാദവ് വമ്പൻ തിരിച്ചുവരവ് നടത്തുന്നു. ചുരുക്കത്തിൽ സൂര്യകുമാർ യാദവിന്റെ ഈ പ്ലേയിങ് 11 ഒരു ടീം മാത്രമല്ല, ലോകകപ്പ് നേടാനുറച്ചുള്ള ഒരു കൊടുങ്കാറ്റാണ്. ഈ ഒരു പ്ലേയിങ് 11ന്റെ അതിമാരകമായ കരുത്തും സൂര്യകുമാർ യാദവ് എന്ന തന്ത്രശാലിയായ ക്യാപ്റ്റന്റെ മാസ്റ്റർ ബ്രെയിനും കൂടി ചേരുമ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ കഴിയും: ദക്ഷിണാഫ്രിക്ക മാത്രമല്ല, ഈ ലോകകപ്പിലെ ഏത് വമ്പൻ ടീമും ഇന്ത്യയുടെ ഈ അശ്വമേധത്തിനു മുന്നിൽ തകർന്നടിയുക തന്നെ ചെയ്യും. ബാറ്റിംഗിലെ ഈ വിനാശകരമായ ആഴവും ബൌളിംഗിലെ ഈ തീപ്പൊരിയും ഫീൽഡിലെ ഈ അഗ്രസീവ് മനോഭാവവും കൂടി ചേരുമ്പോൾ ഈ T20 ലോകകപ്പ് കിരീടം മറ്റൊരിടത്തേക്കും പോകില്ല. അതെ, ലോക ക്രിക്കറ്റിലെ രാജാക്കന്മാർ ആരാണെന്ന ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് സകല എതിരാളികളെയും ചാരമാക്കി ആ സുവർണ കിരീടം നമ്മുടെ സ്വന്തം ടീം ഇന്ത്യ തന്നെ ഇത്തവണ വാനിലുയർത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ പടയോട്ടം അവസാനിക്കുക ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടുകൊണ്ട് മാത്രമായിരിക്കും. ഈ ലോകകപ്പ് നമ്മുടേതാണ്, ഇന്ത്യയുടേതാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആ മഹാപോരാട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആരാണ്? ഹർദിക് പാണ്ഡ്യയോ അതോ സൂര്യകുമാർ യാദവോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കോമന്റ് ചെയ്യുക. ഒപ്പം ടീം ഇന്ത്യയെ നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന യഥാർത്ഥ ആരാധകരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.